നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 15,000 രൂപയിൽ താഴെയാണെങ്കിൽ ഒരു ഡീസന്റ് പെർഫോമൻസ് ഒക്കെ നൽകുന്ന ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫോണാണ് iQന്റെ C10X. എന്തുകൊണ്ട് ഈ ഒരു ഫോൺ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബോക്സിൽ വരുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഇതുപോലൊരു TPU കേസ് കാണാൻ പറ്റും. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ ഒരു 44 വാട്ട്സിന്റെ ഒരു അഡാപ്റ്റർ കിട്ടും. ഇതാണ് നമ്മുടെ ഫോൺ. സംഭവം ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ്. ഫ്ലാറ്റ് സ്ക്രീനും ബാക്ക് സൈഡിൽ കർവ് എഡ്ജസും ഒക്കെ വരുന്നുണ്ട്. ഇതൊരു IR ബ്ലാസ്റ്റർ ആണ്. നമുക്കിത് വെച്ച് TV, AC, ഫാൻ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. അങ്ങനെയുള്ള ഡിവൈസ് ഒക്കെ നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ ഒരു റിംഗ് ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ചാർജ് ചെയ്യുമ്പോഴോ ഇത് കത്തും. ഇതിന്റെ കളേഴ്സും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ്. കളേഴ്സ് ഒക്കെ നോർമൽ ആണ്. അത്രയ്ക്ക് വൈബ്രന്റ് ആയിട്ടൊന്നും ഇല്ലെങ്കിലും ഒരു ഡീസന്റ് ഡിസ്പ്ലേ ആണ്. 1050 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ്സും നൽകുന്നുണ്ട്. വെയിലത്തൊക്കെ നമുക്ക് ഒരു സാധാരണ രീതിയിലേക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് കുറവായിട്ടോ ഹൈ ആയിട്ടോ നമുക്ക് തോന്നത്തില്ല. എങ്കിലും നമുക്ക് വെയിലത്തൊക്കെ പോകുമ്പോൾ ഫോണൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. Dimensity 7300 പ്രോസസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു IQ ഡിവൈസുകളിലൊക്കെ ഗെയിമിങ്ങിന് ഇമ്പോർട്ടൻസ് നൽകുന്നതായതുകൊണ്ട് BGMI പോലുള്ള ഗെയിമുകൾ നിങ്ങൾക്ക് 60 FPS ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഫോണിലും കളിക്കാൻ പറ്റും. 7 lakh പ്ലസ് ആൻഡ്രോയിഡ് സ്കോർ നൽകുന്ന നല്ലൊരു ചിപ്സെറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ iQന്റെ ഗെയിമിംഗ് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മോഡും ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. UI വരുന്നത് ഫണ്ട് ചോയ്സിന്റെ ആണ്. ഒരുപാട് ബ്ലോട്ട് വൈസ് ഒന്നുമില്ല. ഇതിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത് സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക്, ഫോൺ പേ, നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ കുറച്ച് ആപ്സ് ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് അപ്ഡേറ്റ് മാത്രം ചെയ്താൽ മതി. പിന്നെ ഈ ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും എന്ന് പറഞ്ഞ രണ്ട് സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ കിട്ടിയപ്പോഴേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഫോണൊക്കെ കിട്ടുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന സംഭവം ഇതാണ്. എന്തോ ഈ രണ്ട് സാധനങ്ങൾ കിടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കുറച്ച് ബഗ്സ് ഒക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ 629 MB ഒരു അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ കാര്യമായിട്ട് എന്തോ ഉണ്ട് ഇതിൽ. ബാറ്ററിയാണ് ഇതിന്റെ ഹൈലൈറ്റ്. ബാറ്ററിയിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടാനായിട്ട് മോൺസ്റ്റർ മോഡ് എന്ന് പറഞ്ഞ ഒരു മോഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ആ ഫോൺ യൂസ് ചെയ്യുവാണെങ്കിൽ ഫോൺ കുറച്ചൊക്കെ ചൂടാകും. പിന്നെ iQന്റെ ഒരു സംഭവമുണ്ട്. 5 വർഷം കൊണ്ട് 1500 തവണ നിങ്ങൾ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുവാണെങ്കിൽ 80% ഇതിന്റെ ബാറ്ററി ഹെൽത്ത് കാണുമെന്നാണ് iQ പറയുന്നത്. സോ ബാറ്ററി ഹെൽത്ത് ഒക്കെ നോക്കാനുള്ള ഓപ്ഷൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 6500 mAh ഒരു വലിയ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. സ്റ്റോറേജിൽ 6 128ഉം 8 128ഉം 8 256 എന്നീ 3 സ്റ്റോറേജ് വേരിയൻസ് ആണ് വരുന്നത്. UFS 3.1ഉം ഈ ഒരു 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഫോണിൽ കൊടുത്തേക്കുന്നത് നല്ലൊരു കാര്യമാണ്. ക്യാമറയിൽ വലിയ സംഭവം ഒന്നും പറയാനില്ല. 50 MB ഒരു അൾട്രാ HD ക്യാമറ വരുന്നുണ്ട്. ഒരു ഡെപ്ത് സെൻസർ മാത്രമേ ഉള്ളൂ. പിന്നെ 8 MB ആണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കുമെന്ന് നമുക്ക് പറയാം. അത് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചും കൂടി നോക്കുമ്പോൾ ഇത് തരുന്ന ക്വാളിറ്റി ഓക്കെയാണ്. പിന്നെ ബാക്ക് ക്യാമറ വെച്ച് 4Kയിൽ 30 FPS വീഡിയോസ് എടുക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അതും സ്റ്റേബിൾ വീഡിയോസ് ആണ് കിട്ടുന്നത്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080 60 FPS കിട്ടും. ധാരാളം. എടുക്കുന്ന ഫോട്ടോസിൽ കളേഴ്സ് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല. പക്ഷേ നമ്മൾ ഗാലറിയിൽ പോയിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലറ ചില്ലറ AI പരിപാടിയൊക്കെ ഉണ്ട്. സർക്കിൾ ടു സെർച്ച് ഇതിപ്പോൾ എല്ലാ ഫോണിലും ഉണ്ട്. ഇമേജ് എറേസർ, ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസ് നമുക്ക് HD ആക്കാം, AI ട്രാൻസ്ലേഷൻ, അങ്ങനെ എല്ലാം ഇതിലുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിനും ഒരു ബെസ്റ്റ് ഫോണാണിത്. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ 15,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ iQന്റെ ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാം. ഇനി ഗെയിമിംഗ് ഒന്നും വേണ്ട, നോർമൽ യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവനൊരു പുലിക്കുട്ടിയായിരിക്കും. കാരണം 6500 mAh ഒരു വലിയ ബാറ്ററി തന്നെ വരുന്നുണ്ട്. ആമസോൺ വഴി വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഓഫേഴ്സിൽ വാങ്ങാൻ പറ്റും. കാരണം കുറച്ച് കാർഡ് ഡിസ്കൗണ്ട്സ് ഒക്കെ അവിടെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു ഫോണുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.